ഒരു ശില്പം ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശില്പി ഒരിക്കലും ആ ശില്പം പണി പൂർത്തിയതിന് ശേഷമല്ല അത് നോക്കി എൻജോയ് ചെയ്യുന്നത്. പണി പൂർത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വേറൊരു ലോകത്തേക്ക് മാറുകയാണ്. ഈ ശില്പം ഉണ്ടാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം മാറി നിന്ന് ആസ്വദിച്ച് പൂർണ്ണമായും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണല്ലേ ശില്പം ഉണ്ടാക്കണത്. അതുപോലെ തന്നെയാണ് ഒരു കവിത എഴുതുന്നത്. അതിൽ പൂർണ്ണമായും എൻജോയ് ചെയ്ത് പൂർണ്ണമായും പരിസരം മറന്നിട്ടാണ് അദ്ദേഹം ആ കവിത എഴുതുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായി മാറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് നമ്മൾ ഓരോ ഘട്ടവും ഓരോ മിനിറ്റും ആസ്വദിക്കണം. സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ ആസ്വദിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തതിന് ശേഷം എൻജോയ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളത് ആസ്വദിച്ച് പണിയുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് നമ്മുടെ ലൈഫ് മാറും. കാരണം നമ്മളതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വൺസ് നമ്മളൊരു ബെസ്റ്റ് വേർഷനായി കഴിയുമ്പോൾ, ആ ഒരു പ്രോസസ്സ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ പോലെ നമ്മളും ഒരു അത്ഭുതമായിട്ട് ഈ ലോകത്തിലേക്ക് മാറും. ലോകത്തിന് സെർവ് ചെയ്യാനുള്ളൊരു അത്ഭുതമായിട്ട് നമ്മൾ മാറും. ഒരു ശില്പം പണിത് കഴിയുമ്പോൾ അത് ഈ ലോകത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് പോലെ നമ്മളും ഈ ലോകത്തിൻ്റെ സേവനങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കും. അതുപോലെ ആവണം ജീവിതം. ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്താൽ ആ ലക്ഷ്യം എത്തുന്നത് വരെ ആ ലക്ഷ്യത്തിനെ പറ്റി ആലോചിച്ചിട്ടല്ല നമ്മൾ പണിയേണ്ടത്. ആ ലക്ഷ്യത്തിൽ എത്താനുള്ള ആ പ്രോസസ്സ് ഇൻവോൾവ് ചെയ്ത് അത് ആസ്വദിച്ച് നമ്മൾ പണിതാലുണ്ടല്ലോ, നമ്മളെ ബെറ്റർ വേർഷനാക്കി അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ടല്ലോ, വിൽ നോട്ട് ബി റിഗ്രറ്റ്ഫുൾ. നമ്മൾ ഈ ജീവിതം എൻജോയ് ചെയ്യും. അങ്ങനെ ഓരോ നിമിഷവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റട്ടെ. അത് ഈ ലോകത്തിനും മറ്റുള്ളവർക്കും നന്മ ഉണ്ടാകുന്നതാവട്ടെ നിങ്ങളുടെ ജീവിതമെന്ന്. നമ്മുടെ എല്ലാവരും ജീവിതം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കുക. റിസൾട്ടൊക്കെ നമ്മളിൽ എത്തിക്കൊള്ളും. നമുക്ക് വേണ്ട റിസൾട്ടൊക്കെ ഓൾറെഡി ദൈവം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക മാത്രമേ വേണ്ടൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കീപ് ഗോയിങ്. സ്മിത മാഹിനാണ്, യുവർ വെൽത്ത് മെൻറ്റർ ആൻഡ് ഹീലർ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഡേ.